എല്ലാവർക്കും അവരുടെ ലൈഫിനെ കുറിച്ച് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്, നമുക്ക് മാത്രം ഇല്ല എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പേര് അസൂറ. ഞാനിപ്പോൾ കറൻ്റ്ലി BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു കൺവേ സംതിങ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ബട്ട് ഐ ഷുഡ് സേ സംതിങ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. എന്നെപ്പോലെ ആയിരിക്കും നിങ്ങളും. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നാലും നമ്മൾ നല്ലൊരു സമയം വരട്ടെ, അല്ലെങ്കിൽ നല്ലൊരു കാലം വരട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കും. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൂടെ പോകാറില്ല. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാനിപ്പോൾ 2 ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്ക് എന്നെ കാണില്ല. അപ്പം എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് തോന്നി. സോ എനിക്ക് കൺസിസ്റ്റൻ്റ് ആവണം. ഇന്ന് എനിക്ക് സിംപ്ലി ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് അബൌട്ട് മൈ 20s. എല്ലാവർക്കും ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും അവരുടെ 20s. നമ്മൾ സ്കൂൾ ഡേയ്സിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വലുതായിട്ട് ഒരു ജോലി സെറ്റായിട്ട് നമുക്കപ്പോൾ ആരെയും പേടിക്കണ്ട, ഹോംവർക്ക്സ് ചെയ്യണ്ട. അതാണ് മെയിൻ കാര്യം. അതായത് സ്വന്തം കയ്യിൽ പൈസ ഉണ്ടാവും, സേവിങ്സ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് എത്താൻ നമ്മൾ ഭയങ്കര ഓട്ടത്തിലായിരിക്കും. പക്ഷേ വൺസ് നമ്മൾ അഡൾട്ട്ഹുഡിൽ കയറിയാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇത്രയും ഓടിയത് ഇത്രയും കഷ്ടപ്പെടാനായിരുന്നു എന്ന്. ലൈക്ക് നമ്മളുടെ ചൈൽഡ്ഹുഡ് തന്നെയായിരുന്നു ബെറ്റർ. എന്നെപ്പോലെ തന്നെ നിങ്ങളും അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ വലിയൊരു ഫ്രീഡം ഫേസ് ആയിട്ടായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ബട്ട് വൺസ് നമ്മൾ അഡൾട്ട്ഹുഡിൽ എത്തിയപ്പോഴാണ് വിചാരിക്കുന്നത് ഇത് നമ്മൾ വേറൊരു റേസിൽ പെട്ട പോലെയായി. ബൈ ദിസ് സ്റ്റേജ് വി ഷുഡ് ഹാവ് എ ജോബ്, പിന്നെ സേവിങ്സ് ഉണ്ടായിരിക്കണം, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കണം, പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് കല്യാണം കഴിക്കണം. ഇതൊക്കെയായിരിക്കും 20s മെയിൻ പ്രഷറായിട്ട് വരാൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലേ, നമ്മൾ ചെയ്യുന്ന ഒന്നും ശരിയല്ലേ, നമ്മൾ എവിടെ എത്തിയില്ലേ എന്ന് ഓർത്തിട്ട് അടുത്ത പ്രഷർ വരും. കാരണം വേറെ ഒന്നുമല്ല, ബാക്കിയുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരും നമ്മളുടെ ഒപ്പമുള്ളവരൊക്കെ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്. ജോലി കിട്ടിയിട്ടുണ്ടാവാം, സേവിങ്സ് ഉണ്ടാവാം, അവരല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം. നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മളെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, ഞാൻ ബാക്കിലാണോ എന്ന്. വേറൊരു സംഭവം കൂടെ വരും, എല്ലാവർക്കും അവരുടെ ലൈഫിനെ കുറിച്ച് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്, നമുക്ക് മാത്രം ഇല്ല എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, മോസ്റ്റ് പീപ്പിൾ ആർ ജസ്റ്റ് ഫിഗറിങ് ഔട്ട് ആസ് ദി ഗോ. ലോകത്ത് ആരും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് ജനിക്കുന്നില്ല. അതേപോലെ തന്നെ ആരും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൈം ലൈൻ ചൂസ് ചെയ്യുന്നില്ല. മേ ബി ലൈഫ് ഈസ് നോട്ട് എ ഡെഡ് ലൈൻ. അതേപോലെ തന്നെ ലൈഫ് ഒരു റേസ് ആവാനും ചാൻസ് ഇല്ല. ഓരോ ആൾക്കും ഓരോ പേസാണ്. ചിലർ ആദ്യം കരിയർ കണ്ടുപിടിക്കും, മറ്റു ചിലർ കുറച്ച് വൈകിട്ടാണെങ്കിലും അവരുടെ പാഷൻ കണ്ടുപിടിക്കും. ചില ആൾക്കാർ പലതവണ തുടങ്ങും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. കാരണം ലൈഫ് ഫിഗർ ഔട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ വേറൊരാളുടെ ടൈം ലൈനിലാണോ ജീവിക്കുന്നത്, അതോ നമ്മൾ നമ്മളുടെ ടൈം ലൈനിലാണോ ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. ദ ഫൈനൽ പാർട്ടീസ് എല്ലാം കൂടെ 25ൽ ഫിഗർ ഔട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലടോ. പക്ഷേ വി നീഡ് ടു കീപ് ഗോയിങ് ഓൺ. ഒരു ദിവസം നമ്മളും സക്സസ് ആവും. അതിപ്പോൾ 20s തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.